ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെമ്പരത്തിപ്പൂ കൊണ്ട് സ്ക്വാഷ് ആണ്. എത്ര പേർക്ക് അറിയാം ചെമ്പരത്തിപ്പൂ കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന്? നമുക്ക് പ്രകൃതിയാ തന്നെ നമ്മുടെ വീടുകളിൽ ഉള്ള ഒരു പൂവാണിത്, ചെമ്പരത്തിപ്പൂവ്. കുറെ അധികം ആളുകളുടെ വീട്ടിലുള്ള സാധനമാണ് പൂവ്. ഈ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവ്, ചുവന്ന ചെമ്പരത്തിപ്പൂവ് വെച്ചിട്ടാണ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്ക്വാഷ് ആണ്. വേറെ കുറെ അധികം പണികളൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്ക്വാഷ് ആണ്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് 12 ചെമ്പരത്തിപ്പൂവാണ്. 5 ഇതളുള്ള, നേരത്തെ പറഞ്ഞ പോലെ 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവ്. നമ്മൾ കട്ട ചെമ്പരത്തി അല്ല, വേറെ കളറുകളൊന്നുമല്ല. ഈ ചുവന്ന ചെമ്പരത്തിപ്പൂവ് 5 ഇതളിന്റെ, 2 ചെറുനാരങ്ങ, ഒരു 2 കപ്പ് വെള്ളം, നമ്മൾ സാധാ പച്ചവെള്ളം, 1.5 കപ്പ് പഞ്ചസാര. സ്ക്വാഷ് ആക്കി വെക്കാനല്ലേ, അപ്പൊ നമുക്ക് അതിൽ പഞ്ചസാര ജ്യൂസ് അല്ലല്ലോ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പൊ 1.5 കപ്പ് പഞ്ചസാര ഇടണത് 2 കപ്പ് വെള്ളത്തിന്. നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആദ്യം തന്നെ നമ്മള് ഇതിൽ 2 കപ്പ് വെള്ളം അളന്നെടുത്തിട്ട് ഒഴിക്കുകയാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ 1.5 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഒരു സിറപ്പ് രൂപത്തില്, നല്ല കട്ടിയ സിറപ്പല്ല, എന്നാൽ ഒരു സിറപ്പ് രൂപത്തില് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി തിളയ്ക്കണ വരെ വെക്കാം. ചെറിയൊരു സിറപ്പ്, നൂല് രൂപമൊന്നും ആവണ്ട, ചെറിയൊരു സിറപ്പ് രൂപം ആവുമ്പോൾ ആണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യണത്. ആ സമയം കൊണ്ട് നമുക്ക് ചെമ്പരത്തിപ്പൂവിന്റെ എതള് മാറ്റി വെക്കാം. നമുക്ക് എതളുകളായിട്ട് തിരിച്ചു വെക്കാം. നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവ് എതളാക്കിയിട്ട് വേണം എടുക്കണമെങ്കിൽ. ഈ പിന്നിലുള്ള പച്ച കളറും നടുവിലെ ഈ സാധനം നമുക്ക് ഈ സ്ക്വാഷിന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എതളുകള് ഓരോന്നിന്റെയും ഇങ്ങനെ മാറ്റി വെക്കാം. അല്ലാതെ ഇതുപോലെ തന്നെ ചെയ്ത് നമ്മളിപ്പോ എല്ലാം എടുത്തിരിക്കുന്ന 12 ചെമ്പരത്തിയുടെയും ഇതളുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മള് പഞ്ചസാര അതിന്റെ അടിയില് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഇളക്കി കൊടുക്കുന്നത്. അതിലൊന്ന് നന്നായി ഇളകി ചേർന്ന് വരാം, ഒന്ന് അലിഞ്ഞു വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പഞ്ചസാര പാത്രത്തിന്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് 15 മിനിറ്റ് ആയി. നമ്മളിതൊരു സിറപ്പ് രൂപമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലായനി, പഞ്ചസാര ലായനി പോലെ ഇങ്ങനെ ഒച്ചി വീഴ അങ്ങനത്തെ പരിവൊന്നുമില്ല. നമ്മളൊരു സിറപ്പ് രൂപം. നമ്മൾ ഇത് ഇപ്പൊ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്ക് മധുരം, അത്രയ്ക്ക് നമ്മൾ ഗ്ലാസ്സിൽ ഒരു 1/4 ഭാഗം വരെ ഗ്ലാസ്സിൽ വെക്കാം. ഇനി കുറച്ചും കൂടി വറ്റിക്കുകയാണെങ്കിൽ അതിനാണ് കുറവ് ഒഴിച്ചാൽ മതി. അത്ര മാത്രമേ ഇതിന് പ്രത്യേകതയുള്ളത്. നമ്മൾ സ്ക്വാഷ് ആണല്ലോ ആക്കി വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 15 മിനിറ്റായി. ഞാനിതാ ഇതിലേക്ക് നമ്മളെ ഇതളുകളാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കാൻ പോവാണ്. 12 പൂവ് ഇതളുകളാക്കി വെച്ചിട്ടുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു അളവ്. ഇതിട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പെട്ടെന്ന് ഒരു മാജിക് ചെയ്യണ പോലെ അവർക്കൊന്ന് തോന്നും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂ ഇട്ടപ്പോഴുള്ള കളറ് കാണുന്നുണ്ടോ, ഒരു ഡാർക്ക് കളറായിട്ട്. എന്നാൽ ഇതിന്റെ സ്ക്വാഷിന്റെ കളറ് കാണുമ്പോൾ നമ്മൾ ആ പിള്ളേർക്കൊന്നൊരു അതൊരു നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊന്ന് ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞ് ചൂടാറാൻ വെക്കുമ്പോൾ നമുക്കത് പറയാം, ഇങ്ങനെ ഇതാ മാജിക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർക്കൊരു സന്തോഷമാവും. പിന്നെ അവർക്കത് കഴിക്കാനും, ഇപ്പൊ ചെമ്പരത്തിപ്പൂവാണല്ലോ അപ്പൊ സ്ക്വാഷ് കുടിക്കാനും, ഇത് മാജിക് കാണിച്ചിട്ടുണ്ടാക്കണ ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെറിയ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനും ഒരു ഇഷ്ടം ഉണ്ടാവും. നമ്മളിത് തിളച്ച് വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്നൊരു മൂടി വെച്ചിട്ട് മൂടി വെക്കുകയാണ്. ഇനി ഈ ലായനി അതൊന്ന് തണുക്കാൻ വെക്കുകയാണ്. തണുത്തതിന് ശേഷമാണ് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞു ഒഴിക്കുന്നത്. അപ്പൊ അത് തണുക്കണ വരെ ചെമ്പരത്തി തിളപ്പിച്ച് വെച്ചത്, ലായനിയാക്കി വെച്ചത് ചൂടാറിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവാണെങ്കിൽ അത് നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്താലും മതി.
ഒരു 2-3 മണിക്കൂറിനുള്ളില്. ഇനി നമ്മളത് അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. ചെമ്പരത്തി പൂവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അരിച്ചെടുത്തത്. നമ്മുടെ ചെമ്പരത്തി പൂവിന്റെ എല്ലാ കളർ ഇതിലേക്ക് ആയിട്ടുണ്ട്. കണ്ടോ കളറ്. ഇതിലേക്ക് നമ്മളിനി പിഴിഞ്ഞ് വെച്ചിരിക്കണം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ കളറ് പെട്ടെന്ന് തന്നെ മാറുന്നത് നമുക്ക് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു അത്ഭുതം പോലെ തോന്നും എന്ന് പറയുന്നത്. ഒന്ന് നോക്കി നോക്ക്. കണ്ടോ ചുവന്ന കളറായിട്ട് മാറുന്നത്, റെഡ് കളറായിട്ട്. പപ്പിച്ച് വെച്ച നാരങ്ങ നീരും ചെമ്പരത്തി ലായനിയും ഇപ്പോഴുള്ള കളറും കാണുന്നുണ്ടോ? നല്ല റെഡ് കളർ. ഇതാണ് ഞാൻ പറഞ്ഞത് മാജിക് പോലെ കളറ് മാറും എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണ് ചെമ്പരത്തി സ്ക്വാഷ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. വയ്ക്കാൻ പോവാണ്. ഇത്രയും വലിയ ഗ്ലാസ് ആണല്ലോ. നമുക്ക് ഇതിന്റെ ഒരു നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി ഒഴിക്കാം. ഇതിലേക്ക് നമ്മള് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു തരിയും കൂടി ഒഴിക്കാം. അപ്പൊ നമ്മുടെ സ്ക്വാഷ് റെഡി. നല്ല റെഡ് കളറിലുള്ള സ്ക്വാഷാണ്. കാണുമ്പോൾ തന്നെ നല്ല ഒരു കളറും ചേർക്കാണ്ട്, ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാണ്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.